ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ചധികം കാലമായി നമ്മളിപ്പോൾ സ്കോഡയുടെ പുതിയ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിയെ പറ്റി കേൾക്കുന്നു. ആദ്യം നമുക്ക് ആ വാഹനത്തിൻ്റെ പേര് അറിയില്ലായിരുന്നു. കുറച്ച് മാസങ്ങൾ മുന്നേ അവരതിൻ്റെ പേരും കൺഫേം ചെയ്തു. കൈലാക്ക് എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. ഇഷ്ടംപോലെ ടെസ്റ്റിംഗ് ഫോട്ടോസും അതുപോലെ സ്പൈഡ് പിക്സും ഒക്കെ തന്നെ നമ്മൾ ഈ വാഹനത്തിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ റെൻഡേഴ്സും ഈ ഒരു സമയത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യം അവർ പറഞ്ഞിരുന്നത് 2025 ബിഗിനിങ് എന്നാണ്. പക്ഷേ സ്കോഡ ഈ വാഹനത്തിന് അൺവീലിംഗ് ഈ വർഷം ലാസ്റ്റ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അടുത്ത മാസം, അതായത് ഓൾമോസ്റ്റ് അടുത്ത മാസം തന്നെ പറയും, കാരണം സെപ്റ്റംബർ തീരാനായി. നവംബർ 6 സ്കോഡ ഈ വാഹനം ഒഫീഷ്യലി അൺവെയിൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അൺവെയിലിംഗ് എന്ന് പറയുമ്പം സ്കോഡയുടെ ഒരു വണ്ടി ലോഞ്ച് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പായിട്ടാണ് അവർ ചെയ്യുന്നത്. ചിലപ്പോൾ ആദ്യം ക്യാമോഫ്ലാജ് ഒക്കെ വെച്ചിട്ടുള്ളൊരു വണ്ടി അൺവെയിൽ എന്ന് പറഞ്ഞവരങ്ങ് കാണിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എക്സ്റ്റീരിയർ മാത്രം കാണിക്കും. പിന്നെ പതുക്കെ ഇൻറ്റീരിയർ മാത്രം കാണിക്കും. അത് കഴിഞ്ഞ് ക്യാമോഫ്ലാഷിൻ്റെ കവേർഡ് ഡ്രൈവ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ കുഷാക്ക് ആദ്യം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് പോലെ ബാക്കി മീഡിയക്കാരെ വിളിച്ച് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 1-2 മാസത്തിന് ശേഷമായിരിക്കും വണ്ടിയുടെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ വന്ന് അവർ ഡെലിവറിയൊക്കെ കൊടുത്തു തുടങ്ങുന്നത്. അങ്ങനത്തെ ഒരു വലിയ പ്രൊസീജിയറാണ് നമ്മൾ കുഷാക്കിൻ്റെ കേസിൽ കണ്ടത്. സ്ലാവിയയുടെ കേസിൽ അത്രയില്ലായിരുന്നു, ഇത്തിരിയും കൂടെ കുറവുണ്ടായിരുന്നു. എന്തായാലും ഈ നവംബർ 6 അവർ ക്യാമോഫ്ലാജ് വെച്ചിട്ടുള്ള വണ്ടി അൺവെയിൽ ചെയ്യാണ്ടിരുന്നാൽ മതി. കാരണം അത് അൺവെയിൽ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ക്യാമോഫ്ലാജ് വെച്ചിട്ടുള്ള ഈ വാഹനം ഇഷ്ടം പോലെ ടെസ്റ്റിങ്ങിൽ കണ്ടിട്ടുണ്ട്. ഡിസൈൻ വൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്കോഡയുടെ ഒരു പുതിയ ഇമ്പാക്ട് ഡിസൈനിലാണ് ഈ വാഹനം വരുന്നത്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്കോഡയുടെ ഡിസൈൻസിൽ നമുക്കങ്ങനെ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സോ അല്ലെങ്കിൽ ഇങ്ങനെ താഴത്ത് മാത്രം മെയിൻ ഹെഡ് ലാമ്പിന് നിൽക്കുക, മുകളിൽ LED DRLs വരിക, അങ്ങനത്തെ ഒരു പാറ്റേൺ ഒന്നും ഇല്ലായിരുന്നു. ഒരു കൺവെൻഷണൽ SUV ഡിസൈൻ ഓർ കൺവെൻഷണൽ ആയിട്ടുള്ള വാഹനങ്ങൾ എങ്ങനെയാണ് ഡിസൈൻ ഉണ്ടായിരുന്നത് അതുപോലത്തെ ഡിസൈൻ ആയിരുന്നു. ഇപ്പോൾ കുഷാക്കൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഫ്രണ്ടിൽ മെയിനായിട്ട് തന്നെ ഹെഡ്ലൈൻസ് എല്ലാം ടോപ്പിലാണ് വരുന്നത്. താഴത്തെ ഫോഗ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഈ വാഹനം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള DRLs ടോപ്പ് പോർഷനിൽ അവൈലബിൾ ആണ്. അത് ഗ്രില്ലുമായിട്ട് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. സ്കോഡയുടെ ഒരു ടിപ്പിക്കൽ ബട്ടർഫ്ലൈ പാറ്റേണിലുള്ള ഗ്രില്ല് തന്നെയാണ് ഈ വാഹനത്തിനും വരുന്നത്. പിന്നെ സ്കോഡയുടെ ലോഗോ ഗ്രില്ലിലൊന്നും അല്ല, അത് അവരൊരിക്കലും കൊടുക്കാറില്ല. ഇതിൻ്റെ അകത്തും പുറത്ത് തന്നെയാണ്. പുതിയ ഡിസൈൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഫോഗ് ലൈറ്റ്സിൻ്റെ കാര്യം ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. മിക്കവാറും കാണുമായിരിക്കും, കാരണം ഫോക്സ്വാഗൻ ഗ്രൂപ്പ് അങ്ങനെ ഫോഗ് ലാംപ്സ് എടുത്ത് കളയുന്ന പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. ഹ്യുണ്ടായിക്ക് ഇപ്പം മിക്കവാറും എല്ലാ വാഹനങ്ങളിൽ നിന്നും ഫോഗ് ലാംപ്സ് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹ്യുണ്ടായി മാത്രമല്ല, പല കമ്പനികളും ഇപ്പോൾ ഫോഗ് ലാംപ്സ് കട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ചെറുതായിട്ട് കാണാം. ഇവരിപ്പോൾ കുറച്ച് മുന്നേ പുറത്തു വിട്ടിരിക്കുന്ന ഡിസൈൻ സ്കെച്ചസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്സ് അതുപോലെ ഓവറോൾ ഡിസൈനിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇപ്പോൾ ബാക്കിലാണെങ്കിലും കുഷാക്ക് പോലത്തെ ഒരു ബോഡി പാനലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ബാക്കി സാധനങ്ങൾ ഇപ്പോൾ ഹെഡ്ലൈറ്റിൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ ടെയിൽ ലാംപ്സ് എടുക്കുകയാണെങ്കിലും അത്രയും വലിപ്പമുള്ള ടെയിൽ ലാംപ്സ് അല്ല, ഇതിൻ്റെ ഒരു റൗണ്ട് പോലത്തെ ടെയിൽ ലാമ്പാണ്. ഇത് കണ്ടിട്ട് എങ്ങനെയാണ് റൗണ്ട് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ നിങ്ങൾ സ്പൈഡ് ഷോട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടെയിൽ ലാംപ്സിൻ്റെ കട്ടൗട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കൈൻഡ് ഓഫ് റൗണ്ട് ഓർ മേ ബി നമ്മുടെ ഒരു ഗ്രാൻഡായിട്ട് ന്യൂസിൻ്റെ ഒക്കെ പോലത്തെ ടെയിൽ ലൈറ്റ്സ് ഇല്ലേ, അതിനേക്കാൾ ഇത്തിരി കൂടെ ചെറിയ വേർഷൻ പോലെ വേണമെങ്കിൽ പറയാം. ഈ ഡിസൈൻ സ്കെച്ചസിലൊന്നും അതങ്ങനെ എടുത്ത് കാണുന്നില്ല. മെയിനായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു L ഷേപ്പ് ലൈറ്റ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതും L ഇൻവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ലൈറ്റ്സ് ആണ്. കുഴപ്പമൊന്നുമില്ല, കാണാൻ ഡിസൈൻ വൈസൊക്കെ എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റെൻഡേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒറിജിനലി വണ്ടി വരുമ്പോഴും സ്കോഡയുടെ ഡിസൈൻസ് അങ്ങനെ പൊതുവെ അത്ര മോശമൊന്നും ആവാറില്ല. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ഡിസൈൻസൊക്കെ ഈ കാലത്ത് വരുന്ന സമയത്തും സ്കോഡ അങ്ങനത്തെ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് പോകത്താണ്. ഇത് പിന്നെ ഒത്തിരി കൂടെ വ്യത്യസ്തമായിട്ടുള്ള സ്കോഡയുടെ ഇതിന് മുന്നേ നമ്മൾ കണ്ടുവരാത്തൊരു ഡിസൈൻ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ നമ്മുടെ സെയിം ഫോക്സ്വാഗൻ്റെ MQB A0iN പ്ലാറ്റ്ഫോമാണ്. കുഷാക്ക്, ടൈഗുൺ അതുപോലെ തന്നെ സ്ലാവിയ വെർട്ടസ് ഒക്കെ വരുന്ന സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. സ്കോഡയുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന 3ാമത്തെ വാഹനം. നമ്മുടെ ഫോക്സ്വാഗൻ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇന്ത്യയിലെ 5ാമത്തെ വാഹനമാണ് ഇത്. പിന്നെ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ സ്കോഡ അവരുടെ 2.5 സ്ട്രാറ്റജിയിലേക്ക് പോയിട്ടാണ് ഈ ഒരു സബ് 4 മീറ്റർ SUV ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞൊരു പ്ലാനിലേക്ക് എത്തിയത്. ഇപ്പോൾ താൽക്കാലികമായി സ്കോഡ മാത്രമേ ഈ ഒരു 2.5 സ്ട്രാറ്റജിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവർ നേരത്തെ 2.0 സ്ട്രാറ്റജിയിലാണ് കുഷാക്ക് അതുപോലെ സ്ലാവിയൊക്കെ ഇറക്കിയത്. അതുപോലെ നമ്മുടെ ഫോക്സ്വാഗൻ, ടൈഗണും വെർട്ടസും ഇറക്കിയത്. പക്ഷേ 2.5ൽ ഫോക്സ്വാഗൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് ഫോക്സ്വാഗൻ്റെ ഒരു സബ് 4 മീറ്റർ SUV ഈ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും അവർ നോ എന്ന് പറഞ്ഞിട്ടില്ല. ഏതോ ഒരു പോഡ്കാസ്റ്റ് പോലത്തെ സംഭവം, ഇവോ ഇന്ത്യയുടെ ആണോ ഓട്ടോക്കാർ ഇന്ത്യയുടെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പോഡ്കാസ്റ്റ് കണ്ട സമയത്ത് നമ്മുടെ ഫോക്സ്വാഗൻ്റെ ഇന്ത്യയിലുള്ള ചീഫ് പറഞ്ഞ് അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നല്ല, തൽക്കാലത്തേക്ക് ഇപ്പോൾ അവർ അങ്ങനത്തെ ഒരു പ്ലാൻ ആലോചിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഒരു 2025 എൻഡൊക്കെ ആകുമ്പോഴേക്കും മേ ബി ഫോക്സ്വാഗൻ്റെ ഒരു സബ് 4 മീറ്റർ SUV വരുമായിരിക്കും. അതും ഈ ഒരു സെയിം ഫോർമുല വെച്ച് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ഫോക്സ്വാഗൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ നമുക്കറിയാലോ, കുഷാക്കും ടൈഗണിലുള്ള പോലത്തെ ഡിഫറൻസ്, അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. മെക്കാനിക്കലി രണ്ട് വണ്ടികളും
എക്സാക്ട്ലി സെയിം ആയിരിക്കും. പിന്നെ ഇത് കാണാനാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു കുഷാക്ക് പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഡോറിൻ്റെ ഒക്കെ ഡിസൈൻ, അതുപോലെ ORVMസിൻ്റെ ഡിസൈൻ, പിന്നെ വീൽസ് 16 ഇഞ്ചൊക്കെ ആയിരിക്കും മിക്കവാറും. കുഷാക്കിൽ 17 ഇഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്വാർട്ടർ പാനലിൻ്റെ ഒക്കെ ഒരു ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ, ക്വാർട്ടർ പാനൽ എന്ന് പറയുമ്പം ബാക്കിലില്ല, സി പില്ലറിലായിട്ടില്ല, ബാക്കിലെ ഡോറിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പാനൽ പോലെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ഡിസൈനൊക്കെ നമുക്ക് സെയിം കുഷാക്ക് പോലൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നത്. അതായത് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു രൂപകൽപ്പന കുഷാക്ക് ഇൻസ്പയർഡ് ആണ്, ഒരു മിനി കുഷാക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആകെപ്പാട് ഡിഫറൻസ് വരുന്ന ഈ പറയുന്ന ലൈറ്റ്സിൻ്റെ ഒക്കെ ഡിസൈൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഈ വാഹനത്തിൻ്റെ കേസിൽ പോസിറ്റീവായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം കുഷാക്ക് എന്ന് പറയുമ്പം ആ സെഗ്മെൻറ്റിൽ മറ്റു വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ചെറിയ വണ്ടിയായിരുന്നു. 4.2 മീറ്റേഴ്സ് ലെങ്ത് ഉള്ളൂ, വിഡ്ത്ത് കുറവാണ്. അതുപോലെ നമ്മുടെ ക്രെറ്റ, ഗ്രാൻഡ് വിറ്റാര, സെൽറ്റോസ്, ഹൈറൈഡർ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സൈസ് കൂടിയ വണ്ടികളാണ്. 1.8 മീറ്റേഴ്സിനടുത്തും അതിന് മുകളിലൊക്കെ ആയിട്ട് വിഡ്ത്ത് വരുന്നുണ്ട്. ഈവൻ ലെങ്ത് ആണെങ്കിലും 4.3 മീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുന്ന സമയത്ത് ഇത് കുറച്ച് ചെറിയ വണ്ടി പോലെ തോന്നും കുഷാക്ക്, പക്ഷേ ബാക്കി വണ്ടികളൊക്കെ കുറച്ച് വലിയ വണ്ടികൾ പോലെ തോന്നും. അതുകൊണ്ട് ഇത്രയും പ്രൈസ് കൊടുത്തത് എടുക്കണോ എന്ന് പറഞ്ഞൊരു ചോദ്യം വരും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുഷാക്കിനും ടൈഗറിനും അവർ വിചാരിച്ച അത്രയും സക്സസ് കിട്ടാണ്ടിരുന്നതും. പക്ഷേ എന്നാൽ വെർട്ടസിൻ്റെയും സ്ലാവിയുടെയും കേസിൽ നല്ല നീളമൊക്കെ കൂട്ടി 4.5 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത്തൊക്കെ ഉള്ളൊരു സെഡാൻ ഇറക്കിയ സമയത്ത് ആൾക്കാർ നന്നായിട്ട് റിസീവ് ചെയ്തു. അതുമാത്രമല്ല, സെഡാൻസിന് പൊതുവേ ജർമ്മൻ സെഡാൻസിന് ഒരു കൾട്ട് ഫോളോയിങ് ഉള്ളതാണ്, അതിൻ്റെയും കൂടെ ആയിരിക്കും. എന്തായാലും ഈ വാഹനം സൈസിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി ഈ സെഗ്മെൻറ്റിൽ ഉള്ള വാഹനങ്ങളുടെ അത്രയൊക്കെ തന്നെ സൈസ് നമുക്കിതിന് പ്രതീക്ഷിക്കാം. ഒന്നാമത് സപ്പോ മീറ്ററാണ്. അപ്പോൾ പിന്നെ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളെല്ലാം 3998, 99, 97, 96 എന്നൊക്കെ പറയുന്നൊരു ലെങ്ത്തിലാണല്ലോ നിൽക്കുന്നത്. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ലെങ്ത്തിൽ തന്നെ ആയിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത്. പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഇവരുടെ ഈ 2.0 പ്രൊജക്റ്റിൽ അവർ ഉപയോഗിച്ചിരുന്ന 2 എഞ്ചിൻസ് ആണ്. ഒന്ന് 1 ലിറ്റർ TSI, പിന്നെ 1.5 TSI. ഇതിൽ 1.5 TSI ഈ വാഹനത്തിൽ വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. 1 ലിറ്റർ TSI തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. അതും 1 ലിറ്റർ TSI സെയിം പവർ തന്നെയായിരിക്കും, നമ്മൾ കുഷാക്ക് ടൈഗറിലൊക്കെ കാണുന്ന പോലെ. എന്ന് വെച്ചാൽ 115 ബീസ് പവറും 178 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും. ഇത് തന്നെ നമുക്ക് 6 സ്പീഡ് മാനുവലും അതുപോലെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതുവരെ അവർ MPI എഞ്ചിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല, അതും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു 1 ലിറ്റർ എടുത്തിട്ട് MPI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ വണ്ടിക്ക് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മുതലാവില്ല. കാരണം എല്ലാ വാഹനങ്ങളും ഒരു പ്രൊഡക്ഷൻ ലൈനിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സെയിം എഞ്ചിൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി അവർക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇനി ഒരു MPI എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുക, ടർബോ കളഞ്ഞാൽ മതി, പക്ഷെ എന്നാലും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അത് ഇതിന് വേണ്ടി മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വയബിളായിട്ട് തോന്നില്ലായിരിക്കും. അതുകൊണ്ട് TSI തന്നെയാണ്, ടർബോ ചാർജ് എഞ്ചിൻ തന്നെയാണ് ഇതിൻ്റെയും ബേസ് മോഡൽ വരുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ വെന്യൂ, സോണറ്റ് അങ്ങനെ ചില വണ്ടികളിലൊക്കെ അവർ NA എഞ്ചിൻസ് ഒക്കെ ബേസ് മോഡൽ കൊടുക്കുന്നുണ്ട് ഈ സെഗ്മെൻറ്റിൽ. ഈ വണ്ടിയുടെ കേസിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരുപാട് കുറഞ്ഞ പ്രൈസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഒരു ഒന്നാമത് ജർമ്മൻ വാഹനമാണ്, ഇപ്പോൾ സ്കോഡ പലരും ജർമ്മൻ അല്ല എന്ന് പറയാറുണ്ട്, പക്ഷേ ഫോക്സ്വാഗൻ്റെ സാധനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഗിയർ ബോക്സ് ആയിക്കോട്ടെ, എഞ്ചിൻ ആയിക്കോട്ടെ, സ്കോഡയും നമ്മുടെ ഫോക്സ്വാഗൻ ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്നൊരു കമ്പനിയാണല്ലോ. ഈവൻ ദോ ചെക്കോസ്ലോവാക്യ ആണ് അവരുടെ ഒരു മെയിൻ കൺട്രി എങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോക്സ്വാഗൻ്റെ ഒക്കെ പ്രൈസിങ് എടുത്താലും നമുക്ക് ആ ഒരു റെസ്പെക്റ്റീവ് സെഗ്മെൻറ്റിൽ അങ്ങനെ ഒരുപാട് താഴത്തവരുകൊണ്ട് പ്രൈസ് ചെയ്യാറില്ല. ഈ വാഹനത്തിൻ്റെ കേസും എനിക്ക് തോന്നുന്നു ഒരു 8 to 9 lakhsലൊക്കെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അതിലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കൈവിട്ട് പോകും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 9 വരെയൊക്കെ വന്ന് ഓക്കെ. ടോപ്പിൻ്റെ പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ബാക്കി വണ്ടികളൊക്കെ 15-16 വരെയൊക്കെ എക്സ്ഷോറും പോകുന്ന സപ്പോമീറ്റർ SUVs ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ബേസ് മോഡൽ 8 തുടങ്ങാൻ പറ്റുമെങ്കിൽ അത് ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും. കാരണം നമ്മുടെ നെക്സോൺ, XUV 3XO എല്ലാം ഏകദേശം ഈ പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. അതും ആ ഒരു പ്രൈസിൽ സ്കോഡയുടെ ഒക്കെ ഒരു ടർബോ ചാർജ് എഞ്ചിനുള്ള ബേസ് മോഡൽ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ പറയാം. പക്ഷേ അത് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ പ്രൈസിൽ കുറച്ചുകൂടെ കൂടുതൽ എന്തായാലും ആവുമായിരിക്കും. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കോഡ കൈലാക്കിൻ്റെ പുതിയ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.